കേന്ദ്രവുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേരളത്തെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ചു. എയിംസ് കേരയിൽ പദ്ധതികളിലും ചർച്ച നടക്കുമെന്ന് കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ KV തോമസ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഒന്ന് പ്രധാനമായ സാമ്പത്തിക പ്രശ്നങ്ങളാണ്. നമ്മുടെ കടമെടുപ്പ് പരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, UG സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതാണ് നമ്മൾ പ്രധാനമായി കൊടുത്ത പോയിന്റ്സ്. അപ്പം അത് വീണ്ടും ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എയിംസിൻ്റെ കാര്യത്തിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു മറുപടി ഇതുവരെ വന്നിട്ടില്ല. അവർ പല പല കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് വ്യക്തമായ ഒരു മറുപടി വന്നിട്ടില്ല. വ്യക്തമായ തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് നമ്മുടെ കേരയിൽ പ്രോജക്റ്റാണ്. നമ്മൾ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മറുപടി കിട്ടണം. അത് തരാം എന്ന് പറഞ്ഞത് റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അധികം താമസിയാതെ നമ്മൾ കൊടുത്ത പ്രപ്പോസലിനെ കുറിച്ച് എന്താണ് കേന്ദ്ര ഗവൺമെൻറ് സമീപനം, ഇത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഫർദർ പോകാൻ കഴിയത്തുള്ളൂ. കൂടുതൽ വിവരങ്ങൾ വിഷ്ണു പ്രസാദ് നൽകും. വിഷ്ണു, എന്നാണ് ഈ കേരളം കേന്ദ്രവുമായി ചർച്ച നടത്തുന്നത്? ഒപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ഈ ചർച്ചയിൽ ഉണ്ടാവുക? കേരളവും കേന്ദ്രവുമായുള്ള അടുത്ത ചർച്ച സംബന്ധിച്ച തീയതി ഇതുവരെയും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടില്ല. പകരം ഈ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ KV തോമസുമായി നടത്തിയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയാണ് ചെയ്തത്. രേഖാമൂലം ഇന്ന വിഷയങ്ങളിൽ ചർച്ചയാകാമെന്ന കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളം ഇതുവരെ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് നടത്തിയ ചർച്ചകളിൽ കേന്ദ്രം തുടർ ചർച്ചയ്ക്ക് തെരഞ്ഞെടുത്ത വിഷയങ്ങൾ മാത്രമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ കേരയിൽ, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ എയിംസ്, കൂടാതെ കേന്ദ്ര സർക്കാർ ഇതിനു മുൻപ് വെട്ടിക്കുറച്ച് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി എന്നീ വിഷയങ്ങളിലാണ് ഇപ്പോൾ ചർച്ചയാകാമെന്ന് അറിയിച്ചിട്ടുള്ളത്. കോഴിക്കോട് ഭൂമി കണ്ടെത്തിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു പുരോഗതി അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ കേരളം ഇക്കാര്യം അറിയിച്ചത്. അതോടൊപ്പം തന്നെ കേരളയിൽ ഒരു വിശദമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം ഇനിയും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇക്കാര്യങ്ങളിലെല്ലാം ഇനി നടക്കാനിരിക്കുന്ന ചർച്ചയിൽ വ്യക്തമായ ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് കേരളത്തിന്റെ പ്രതീക്ഷ. ഇപ്പോൾ ലഭിച്ച വിവരങ്ങൾ പ്രധാനമായും മുഖ്യമന്ത്രിയെ പ്രൊഫസർ KV തോമസ് അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അറിയിച്ച ശേഷമായിരിക്കും എന്നായിരിക്കും ചർച്ച എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക.